അങ്ങനെ അവിടാണ് കള്ളത്തരം എന്ന് പറയുന്നത്. സപ്പോസ് ഈ ഫോൺ സാംസങ് S24 അൾട്രാ ഇതിന് 1,20,000 വില ഉണ്ടെന്ന് വെച്ചോ. ഹാഷ്മിക്ക് ഞാനൊരു ടെൻഡർ തരികയാണ്. ഹാഷ്മി ആരാണ്? സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. 50,000 ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുമധ്യത്തിലെ വില 1,20,000 രൂപ. 50,000 എണ്ണം ഓർഡർ തരുമ്പോൾ പുല്ല് പോലെ ഹാഷ്മി എനിക്ക് ഒരു 40,000 50,000 രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും. പക്ഷേ ബില്ല് 1,20,000 എനിക്ക് തരൂ. അത് ബില്ല് അവിടെ തരൂ. ബാക്കി പരിപാടി ഉടായിപ്പാ. ഇത് ആർക്കറിഞ്ഞൂടാ? ആ ഉടായിപ്പാന്ന് അഖിൽമാർ തോന്നുന്ന ഉടായ്പ രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരുടെ പക്കലില്ല. അവിടെ ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. 100% ഹാഷ്മിയോട് അംഗീകരിക്കുന്നു. ഇതുപോലാണ് ഞാൻ പറയുന്നത്. 100% ഞാൻ പറഞ്ഞോട്ടെ. അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ അല്ല, അസംഷന്റെ ഭാഗമായിട്ടാണ്. ബോധമുള്ളവന് മനസ്സിലാവും. അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ അസംഷന്റെ ഭാഗമായിട്ടാണ്. അഖിൽമാരുടെ സംശയങ്ങളാണ് എല്ലാം. കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിലാവും. 55,000 ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം, എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു, എത്ര രൂപ മോട്ടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ KSFE-യുടെ കുടുംബശ്രീ പദ്ധതിയുമായി ഞാൻ പറഞ്ഞാൽ ഹാഷ്മി, ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുത്ത് മേടിക്കാനല്ല കൈറ്റിന്റെ ഒരു പദ്ധതിയും കൈറ്റിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈറ്റിന് ഇവിടുത്തെ CSR ഫണ്ട് മേടിക്കാം. ഞാൻ പറഞ്ഞുതരാം. കൈറ്റ് മാക്സിമം ശ്രമിച്ചു. ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഒരു മനുഷ്യൻ 5 പൈസ കൊടുത്തില്ല. ആകെ കൂടി 2,000 ചില്ലുവാന ലാപ്ടോപ്പ് മേടിക്കാനുള്ള. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്രയും മഹത്തായ മുഖ്യമന്ത്രിയുള്ള എന്താ പൈസ? 47,000 കോടി. 47,000 ലാപ്ടോപ്പ് കൊടുത്തു. ഈ 45,693 ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പൈസ കൊടുത്തപ്പോ വെറും 2,000 ചില്ലുവാന ലാപ്ടോപ്പിനുള്ള പൈസ മാത്രമേ ഇവർക്ക് CSR ഫണ്ട് വഴി പോലും കിട്ടിയിരുന്നുള്ളൂ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന ആ സമയത്ത്. ഇത് എന്തിനു പിന്നെ ഈ പണിക്ക് പോയി? കുട്ടികൾക്ക് പഠിക്കാനാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ആർക്ക് കൊടുത്തു? ഞാൻ പറയാം. ആർക്ക് കൊടുത്തു? കുട്ടികൾക്ക് കൊടുത്തു. അതിന് കൈറ്റും ഇങ്കിന്റെ സാക്ഷരതാ മിഷനും വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു. ഞാൻ പറയാം ഇവിടെ എന്തിനാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ഇതെന്താണ്? ഇത് കോവിഡ് സമയമാണ്. എന്താ പറയുന്നത്? വെറുതെ അഖിൽമാരാർ മൊത്തം എഴുന്നള്ളിക്കല്ലേ? ഞാൻ പറയാം പിന്നെ പറയാം. കൊടുത്തത് 2021 സെപ്റ്റംബർ 17-ാം തീയതിയാണ്. കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ഇത് സ്കൂളിലാ കൊടുത്തത് ലാപ്ടോപ്പ്. അത്രയെങ്കിലും കോമൺ സെൻസ് ചിന്തിക്കുക. അഖിൽമാരാർ ഇരുട്ടുകൊണ്ട് ഓട്ടം അടിക്കരുത്. ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? ഞാൻ പറയാം. ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? ഞാൻ പറയാം. അഖിൽമാരല്ല, ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? അഖിൽമാരാർ ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? സ്കൂളിൽ കൊടുത്തു. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു. ഞാൻ പറയണം. സ്കൂൾ തുറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമോ? ഞാൻ പറയുന്നു. ആ കാര്യം ഞാൻ പറയണം. അഖിൽമാരാർ ഗൂഗിളിൽ കയറി കോവിഡിന് ശേഷം സ്കൂൾ ഓപ്പൺ ചെയ്തതെന്ന് സെർച്ച് ചെയ്ത എല്ലാ വിഷയം കിട്ടില്ല. വേണ്ട. കോവിഡ് ഞാനിവിടെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. സ്കൂളുകൾ ഭാഗികമായി തുറന്നു. സ്കൂളിൽ പഠിക്കുക. കേൾക്കൂ. സ്കൂളുകൾ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഒറ്റയടിക്ക് തുറന്ന് എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയായിരുന്നില്ല. അതും അറിയാം. സ്കൂളുകൾ ഭാഗികമായി തുറന്നു. 6 മാസത്തോളം സ്കൂളിലും ഓൺലൈൻ ക്ലാസ്സുമായി കാര്യങ്ങൾ പോയി. അപ്പോഴും നമ്മൾ കോവിഡ് ഇമ്പാക്ട് മേഖലയിൽ തന്നെയാണ്. അഖിൽമാരാർ ഈ പറയുന്ന കാലം ഈ കാലയളവാണ്. വ്യത്യാസമുണ്ട്. കള്ളം പറയരുത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇരുത്തി പഠിപ്പിച്ച കണക്കല്ല 10ാം ക്ലാസ്സും +1 +2 പഠിപ്പിച്ചത്. അവിടെ ഇത്തരത്തിലുള്ള അകൽച്ചയൊന്നും കൊടുത്തിട്ടില്ല. അവിടെ 50%-ലധികം കുട്ടികളെ ഇരുത്തി തന്നെ പഠിപ്പിച്ചത്. അത് ആർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന 1ാം ക്ലാസ്സുകാരനല്ലേ? ലാപ്ടോപ്പ് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റേ +2 ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് 1ാം ക്ലാസ് +2 വരെ ഉണ്ട്. 1ാം ക്ലാസ് മുതൽ +2 ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കാനല്ല ലാപ്ടോപ്പ്. ആണെന്നേ. ലൈബ്രറി സ്കീമാണ് ഈ കുട്ടി. ഇതാണ് ബേസിക് വിവരം അറിയാത്ത പ്രശ്നം. അതായത് SC വിഭാഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഞാൻ പറയാം. കാര്യം ഞാൻ പറഞ്ഞുതരാം. ST വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കും SC വിഭാഗത്തിൽപ്പെട്ട +1 +2 കുട്ടികൾക്കുമാണ് വിദ്യാഗ്രഹണം പദ്ധതി പ്രകാരം ലാപ്ടോപ്പ്. അതാണ് സ്കൂളുകളിൽ കൊടുത്തത്. അതറിയോ? ഇപ്പൊ നിങ്ങൾ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരാണല്ലോ. ഈ കൊടുത്തുവിട്ടേക്കുന്ന ലാപ്ടോപ്പ് എത്ര എണ്ണം യോഗ്യമായിട്ടും ഉപയോഗശൂന്യമായിട്ട് ഇരിപ്പുണ്ടെന്നുള്ള ഒരു കണക്കെടുത്താൽ അഖിൽമാരാരുടെ പൈസയല്ല, പൊതുജനങ്ങളുടെ പൈസ ആണല്ലോ. അതൊന്ന് അന്വേഷിച്ചേക്കണേ. അത് പിന്നെ മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞുതരാം. ദമാനർ പറയാണ് എന്തുകൊണ്ട് സ്കൂളുകൾ കൊടുത്തു എന്ന് പറയാം. KSFE ഓഫീസിൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പുകൾ പലതും നശിച്ചിരുന്നു. സ്കൂളുകൾക്ക് ഒരു 15 എണ്ണം കൊടുത്താൽ അതിലൊരു 5 എണ്ണം നശിച്ചതായ 1000 കുട്ടികൾ അറിയില്ല. സ്കൂൾ അധികൃതർ ഇവ മാറ്റിവെച്ചിട്ട് നല്ലത് മാത്രം ലൈബ്രറി സ്ക്രീനിൽ കൊടുത്തുവിടും. കുട്ടികൾക്ക് ഇത് നേരിട്ട് കൊടുത്താൽ നശിച്ച ലാപ്ടോപ്പ് കിട്ടുന്ന കുട്ടി പരാതിപ്പെടും. ഇവരുടെ കള്ളി പൊളിയും എന്ന് പറഞ്ഞാൽ അതിന് ബാക്കി പറയുന്ന ദുരിതാശ്വാസത്തിൽ തട്ടിപ്പാന്ന് പറയുകയാണ് അഖിൽമാരാർ. അതിന്റെ ബാക്കി അഖിൽമാരാർ ഇതാണെങ്കിൽ 15 എണ്ണം എന്താണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചു പോകാൻ KSFE വാങ്ങിയത് മത്തിയോ ചാളയോ അല്ല, HP-യുടെയും ലെനോവോയുടെയും ലാപ്ടോപ്പാണ്. ഞാനിപ്പോ അടുത്ത 4708 ലാപ്ടോപ്പുകൾ നശിച്ചുപോയി എന്ന് പറഞ്ഞ് KSFE ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണോ? ഒന്ന് പറയുന്നത് കേൾക്കൂ. മത്തിഞ്ചാളയൊന്നും അല്ല. 4708 ലാപ്ടോപ്പ് നശിച്ചുപോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണം. ഒന്ന് പറയുന്നത് കേൾക്കൂ. എന്നാൽ കുറച്ച് മാസം നശിച്ചു പോകുന്നതല്ല. ആകെ കോക്കോണിക്സ് ആണ്. കോക്കോണിക്സിന്റെ പ്രവർത്തനക്ഷമത ഇല്ലാത്ത കാരണം കോക്കോണിക്സ് ആരെ തിരികെ ഏൽപ്പിച്ചു. ഈ പറയുന്ന ഓരോ ലാപ്ടോപ്പും കേൾക്കണം. ഈ പറയുന്ന ഓരോ ലാപ്ടോപ്പും ഇൻഷുറൻസ് ഉള്ളതാണ്.
അത് റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ളതാണ്. ഇപ്പൊ വെള്ളാർമല സ്കൂളിൽ കൊടുത്തിരുന്നു, ഉരുൾപൊട്ടി സ്കൂളിലെ ലാപ്ടോപ്പ് നശിച്ചു, ഇതാ ക്ലെയിം ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ എങ്ങനെ നശിച്ചു പോവാന്നേ? ഒരു സെക്കൻഡ്, ഒരു കമന്റ് ആണേ, ഒരു കുട്ടിയുടെ അമ്മയാണേ. ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. സത്യമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ മകൾക്ക് കിട്ടിയ ലാപ്ടോപ്പ് ഒരു മാസം പോലും ഉപയോഗിച്ചില്ല, അതിനു മുൻപേ കേടായി. ലാപ്ടോപ്പ് സ്കൂളിൽ നിന്ന് തരുമ്പോഴേ SLC പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ച് സ്കൂളിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നു, തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നശിച്ചപ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇൻഷുറൻസ് സ്കീമാണ് കാര്യം. ഇതൊന്നും നമ്മൾ തള്ളി പറയുന്നല്ലോ. അല്ല, അഖിൽമാരെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ജനങ്ങൾ കൊടുത്തത് ഇതിനു വേണ്ടിയാണോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ പ്രതിപക്ഷത്തെ ബാക്കി കണ്ടുപിടിച്ചോട്ടെ. KSFE ചാരി ഇല്ലാതാക്കാൻ നോക്കുന്ന പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഇതിന് റീപ്ലേസ്മെന്റ് വാറന്റിയും ഗ്യാരണ്ടിയും ഉണ്ട്. അഖിൽമാരാർ, ഇത് നമ്മൾ കൊടുത്തത് KSFE വരെ കൊടുത്തത് ലെനോവോയുടെയും HP-യുടെയും ലോകോത്തര ലാപ്ടോപ്പാണ്. നല്ല സംശയമുണ്ടോ? അല്ല, പ്രോസസറിൽ പാവപ്പെട്ട കുട്ടികളെ പറ്റിക്കാൻ എപ്പോഴും പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ കള്ളം കാണിക്കണമെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റൂ. അടിച്ചു മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. പിന്നെ അസംഷനാണ്. അസംഷൻ ആയിക്കോട്ടെ, അസംഷൻ പറയാണ്. ഞാൻ പറഞ്ഞോട്ടെ. അഖിൽമാരാർ, ഹാഷ്മി, ഞാൻ രണ്ട് കാര്യം പറയാം. രണ്ട് കാര്യം പറയാം. ഒന്നുകിൽ അഖിൽമാരാർ രാഷ്ട്രീയം മാത്രം പറയുക, രാഷ്ട്രീയത്തിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വേണ്ട. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ സംസാരിക്കണം അഖിൽമാരാർ. ഫാക്ട് അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, അത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുക, എന്നിട്ട് നിങ്ങൾ ഫാക്ടിലേക്ക് നമുക്ക് വരാം. എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ, എന്റെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, അവർക്ക് ലാപ്ടോപ്പ് കിട്ടണം എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ, ഈ 45,263 ലാപ്ടോപ്പ് മേടിക്കാനുള്ള പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിട്ട് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? KSFE ഉണ്ടായിരുന്നു. പറഞ്ഞുതരാം. ഹാഷ്മി പറയുന്നത് തെറ്റാണ്. അവർ ലാപ്ടോപ്പാണ് കൊടുത്തത്. ഈ ലാപ്ടോപ്പിന് വരെ പൈസ കൊടുത്താൽ ഞാൻ KSFE ഷേക്കാൻഡ് കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയാം, തെറ്റാണ്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. KSFE-യുടെ ഉദ്ദേശം കോവിഡ് കാലഘട്ടത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പൈസ ഇട്ട് കൊടുക്കണം. ഈ പറയുന്ന എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിതെല്ലാം അറിയാം. ഇതെനിക്കറിയാം. അറിയില്ല, നിങ്ങൾക്കാണ് അറിഞ്ഞുകൂടാത്തത്. അഖിൽമാർക്ക് അറിഞ്ഞുകൂടാ. ഈ കള്ളത്തരം എങ്ങനെ തുടങ്ങുന്നു ഞാൻ കൃത്യമായി പറയാം. ഇതാണ് കച്ചവട ലക്ഷ്യം. ഈ 5 ലക്ഷം ലാപ്ടോപ്പ് ഒരുമിച്ച് മേടിച്ച് അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. എനിക്കിഷ്ടം, ഞാൻ പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഞാൻ വാങ്ങും. എനിക്ക് ഈ വിപണി ലാപ്ടോപ്പ് ഉണ്ട്. അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ആ ഉത്തരവിൽ ഉണ്ടെങ്കിലേ. രണ്ടാമത് ഞാൻ പറഞ്ഞു തരാം, പബ്ലിക് ഉണ്ടെന്നേ. ഇത് രണ്ടാമത് എനിക്കറിയാം, ഉത്തരവുണ്ട്. ഇത് രണ്ടാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ. ആദ്യം ലാപ്ടോപ്പ് പറഞ്ഞു തരാം. ഇത് ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അറിയാം, ഇവര് ചെയ്ത ഫസ്റ്റ് പണി, ഇവരുടെ ആദ്യത്തെ കള്ളത്തരം, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാപ്ടോപ്പിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കോവിഡ് സമയത്ത് ബൾക്ക് മാനുഫാക്ചറിംഗ് നടക്കാത്തതുകൊണ്ട് ബൾക്കായിട്ട് സാധനം വന്നില്ല. പതിയെ അവരൊരു തീരുമാനം എടുത്തു. എന്തായാലും ഇതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചു പോയി. രണ്ടാമത് 2021 ഓഗസ്റ്റ് മാസത്തിൽ ഈ പൈസ, അതായത് നിങ്ങൾക്ക് 20,000 25,000 തരാം, മാസം നിങ്ങൾ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് KSFE-യുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ബജാജ് ഫിനാൻസ് ആയാലും ഇവിടെ പിന്നെ ആദ്യം 5% സബ്സിഡി 5%. അഖിൽമാരാർ ഇപ്പൊ പറഞ്ഞു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. കുട്ടികൾക്ക് പബ്ലിക് മാർക്കറ്റിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി അതിന്റെ ബില്ല് കൊടുത്താൽ പണം ഈ സ്ഥാപനത്തിന് KSFE കൊടുക്കും. ബാക്കി 500 രൂപ മാസം. അപ്പൊ അടിച്ചേൽപ്പിക്കലാണോ? അതെന്തുകൊണ്ടാണ്? ഇവർക്ക് ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാൻ സാധനം കിട്ടണ്ടേ? എന്ത് കച്ചവടം എന്നാണ് പറയുന്നത്? 20,000 വില വരുന്ന ഒരു ലാപ്ടോപ്പ് 10,000 രൂപയ്ക്ക് കിട്ടുമെന്നിരിക്കെ 18,000 രൂപയ്ക്ക് അസംഷൻ അല്ലത്. ഇതെല്ലാം അഖിൽമാരാരുടെ രാഷ്ട്രീയ തോന്നലാണ്. ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഏത് രീതിയിൽ കളിച്ചാൽ പൈസ കിട്ടുമെന്ന് അറിയാവുന്ന ഒരാളാണ്. കള്ളത്തരങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഓണക്കിറ്റും ഞാൻ പറയാം. രണ്ടും പറയാം. അഖിൽമാരാർക്ക് പിണറായി വിരുദ്ധനാകാൻ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകാൻ, BJP ആവാൻ എല്ലാ അവകാശമുണ്ട്. രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിന് നട്ടല്ലാവേണ്ട ഒരു തുകയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നതിൽ ഒറ്റ കാര്യം അഖിൽമാരാർക്ക് അറിഞ്ഞുകൂടാ. ഒരു രേഖ അഖിൽമാർക്കില്ല. അസംഷൻസ് ആണ്, അല്ലേ? ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള